ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പെണ്ണിനുള്ള ഡ്രസ്സുമായിട്ട് അവരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ദിവസം രാവിലെ എടുക്കാനുള്ള സാരിയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസും ചെരുപ്പടക്കമുള്ള സ്പ്രേ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പറാണ് സെറ്റ് ചെയ്യണത്. ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു ഹാമ്പർ സെറ്റ് ചെയ്യാൻ. പക്ഷേ ലാസ്റ്റ് സമയത്ത് ആകെ കൂടെ ജഗബൊഗയായിരുന്നു. കാരണം ഞങ്ങളുടെ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന ആൾ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് വന്ന് അവളെ കൊണ്ട് കയ്യോടെ ചെയ്യിപ്പിച്ചിട്ട് രാത്രിയാണ് ഈ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിറ്റേ ദിവസം മോളുടെ ആനുവൽ ഡേ ഒക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും പോണില്ല. ഞങ്ങൾ ഒരു വണ്ടിക്കുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് ഞാനുണ്ട്, പിന്നെ ഇക്കാടെ വൈഫ്, എൻ്റെ പുറകിൽ നിൽക്കുന്നത് എൻ്റെ ഇക്കാടെ സ്വന്തം ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. പിന്നെ ഒരു താത്താൻ്റെ മോള്, ഒരു കുഞ്ഞിപ്പാടം മോള്, ഞങ്ങൾ 4 പേരും, പിന്നെ ഞങ്ങളെ ചോട്ടാസും, അങ്ങനെയാണ് പോണത് കേട്ടോ. പിന്നെ ഐശുട്ടി ഉണ്ട്. ഐശുട്ടിക്ക് സ്കൂളിലെ ആനുവൽ ഡേ ആണ് പിറ്റേ ദിവസം. അപ്പോൾ അത് കൂടെ ജഗ പൊകയായിരുന്നു. പിന്നെ നമ്മൾ അവർ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് ഞാൻ ഓടിക്കാം. അവയെ അമ്മ ബാക്കിക്ക് ഇരിക്കാം, മുസ്ലിം അപ്പുറത്തേക്ക് ഇരുത്തിക്ക, ഞാൻ ഓടിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇല്ലല്ലേ? ഒരവസരം എനിക്ക് തരും ഓടിക്കാൻ. നല്ലൊക്കെ തിരക്ക് നല്ലൊക്കെ പറയാം. കല്യാണം കേട്ട മുപ്പി എന്നിട്ട് ഈ വണ്ടി എന്ത് വേണമെങ്കിലും ഓടിച്ചത് പറയും. ചിലപ്പോ ഞാൻ പോയിട്ട് എടുക്കാൻ തരുന്നത് വണ്ടി തിരിക്കാനുള്ള സ്ഥലം അങ്ങനെ തന്നെയാണ്. ഞാനാണ് പെണ്ണാണോ വന്നത്. പെണ്ണാണ് നമ്മളെ വന്നത്. ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 2-3 പ്രാവശ്യം. ഞാൻ പറഞ്ഞതാണ് അപ്പോഴും ഞാൻ ഓടിക്കാൻ അതന്നെ ഇപ്പൊ വഴി പറഞ്ഞെടുത്ത ആളാണ് ഇപ്പൊ ഇത് കാണില്ല. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി പോയെങ്കിലും കറക്റ്റ് ലക്ഷ്യസ്ഥാനം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവസാനം അവർ പോയതാണ്. അപ്പോൾ ഒത്തിരി ലേറ്റായി അവിടെ എത്തും. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വരുന്നത് അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന കലാപരിപാടിയിലോട്ട് നടന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹാമ്പർ കയ്യിൽ കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിച്ചു. കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ ടൈം കിട്ടണില്ല. അറിയാമല്ലോ, നമ്മളെ വീട്ടിലത്തെ കല്യാണമാകുമ്പോൾ നമ്മളാകെ ബിസിയായി പോകും. പക്ഷേ ഞാൻ എൻ്റെ മൊബൈലും വ്ളോഗൊക്കെ എടുക്കാൻ പ്രത്യേക ആൾക്കാരെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാം. ഇനി വീട്ടിലെത്തി ഇത് കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഒതുക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പം എൻ്റെ റൂമിലാണ് കംപ്ലീറ്റ് സാധനം ഒതുക്കി വെച്ചേക്കുന്നത്. നമ്മൾ പെണ്ണിൻ്റെ റൂം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യും. ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ ഒതുക്കാണ്ട് കേട്ടോ. എല്ലാം കൂടെ പിറ്റേ ദിവസത്തിന് ലോഡാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് എൻ്റെ സാധനങ്ങൾ മാത്രം അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇത് ഉമ്മാക്ക് വാങ്ങിച്ച ചെരുപ്പാണ് കേട്ടോ. പക്ഷേ സൈസ് ഇത്തിരി മാറിപ്പോയി, കുറഞ്ഞു പോയി. അപ്പോൾ അത് മാറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മോൾക്കും മോനിക്കും എല്ലാവർക്കും ചെരുപ്പെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. എല്ലാം കാണിച്ചു തരും. പിന്നെ ഞാൻ എടുത്തത് ഷൂ ആണ് കേട്ടോ. കാരണം ഞാൻ സാധാരണ നോർമൽ ചെരുപ്പുകൾ ഇടാറില്ല. അപ്പോൾ 2 ഡ്രസ്സേക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്ലാക്ക് ഷൂ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോനിക്ക് 2 സെറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അവനക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഷൂസൊക്കെ എടുക്കണത്. അപ്പോൾ കല്യാണമൊക്കെ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് റിസപ്ഷനക്കും അതുപോലെ രാവിലെ ജുബയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മോനിക്ക്. ഡ്രസ്സുകളൊക്കെ ഞാൻ വരുന്ന വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ആ ജുബയുടെ കൂടെ ഇടാനുള്ള ഷൂ ആണ് ഇത് കേട്ടോ. കല്യാണം വരെ പല്ലേക്കില്ല, അതിനെ പറ്റി ദിവസം തൊട്ടിട്ട് കൊടുക്കുന്നതാണ്. കണ്ടാല് മൈജിയുടെ കവറാന്ന് തോന്നും, പക്ഷെ ഇത് മൈജിയുടെ കവറല്ല. ഇതിന്റെ മമ്മൂന്റെ ഡ്രസ്. വ്ളോഗിന് അങ്ങനെ പാതിരാത്രി നേരം കൊടുക്കുമ്പോ ഒന്നുമില്ല. എൻ്റെ കുഞ്ഞാപ്പനെടുത്ത ഒരു ഡ്രസ്, അതിൻ്റെ പാൻറ്, പിന്നെ ഐഷുവിൻ്റെ ഇത് തല തിരിഞ്ഞു പോയി ഗൈസ്. ഇത് അവിടെ നിന്ന് ഇട്ടോക്കിയപ്പോ തല തിരിഞ്ഞു പോയതാ. ഇതോ തിരിച്ചിടൂ. ഓക്കെ, ഇതിങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ഇടുമ്പോൾ നമ്മൾ അടുത്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറേ ആക്രിമുക്രി സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പെണ്ണിനുള്ളതാണ്. പെണ്ണ് വന്നാലേ ഞങ്ങൾ പല്ല് തെപ്പിക്കും. പിന്നെ പേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ സാധനം. ഇതൊക്കെ പെണ്ണിൻ്റെ റൂം ഒരുക്കുമ്പോൾ കാണിച്ചു കേട്ടോ. ഇതേ പുതിയണ്ണിൻ്റെ റൂമിലേക്കുള്ള തലാണ്. പിന്നെ അപ്പുറത്ത് എന്താ കുറേ സാമഗ്രികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇതൊക്കെ ഒതുക്കി വരുമ്പോഴേക്കും ഒരു സമയം എടുക്കും. അപ്പോൾ റൂം ഒരിക്കൽ വേറെ തന്നെ ഒരു വ്ളോഗ് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരരുത്.